ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡാനീസ് ഡേയ്സ്. ഇന്നൊരു പ്രഗ്നൻസി ക്രാവിംഗ് ഷോപ്പിംഗ് ആണ്. നീനു ബേബിനെ വീട്ടിലാക്കിയിട്ട് യൂഷ്വൽ ഞാനും ഏട്ടനോടെയാണ് പോണത്. നീനു ബേബിനോട് കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. അപ്പം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ നമ്മൾ കൊട്ടിയം ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഗായ്സ്, നമ്മൾ നീനു ബേബിനെ വീട്ടിലാക്കിയിട്ട് ഇറങ്ങിയേക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇന്നൊരു വിഷമം തോന്നി. കാരണം ഇപ്പോഴേ അവൾക്ക് നമ്മൾ പോണതൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്ക് അവൾ എൻ്റെ ഉടുപ്പിൽ തന്നെ പിടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ കുറേ നേരം. എന്നിട്ട് അവളെ അമ്മയുടെ അടുത്തോട്ടാക്കി അവളെ ശ്രദ്ധ മാറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ ഒറ്റയ്ക്കാക്കിയിട്ടൊക്കെ പോകുന്ന സമയത്ത് മിക്കവാറും അവള് കരയാനൊക്കെ തുടങ്ങുമായിരിക്കും ഇല്ലേട്ടാ. അപ്പൊ ഇന്ന് ഏട്ടൻ അവിടെ എന്ന് വെച്ച് പറയുമായിരുന്നു, ഇപ്പം ഇനിയിപ്പൊ അടുത്ത ആളൂടെ വരുമ്പോഴത്തേക്കും കൈക്കുഞ്ഞിനെ നമുക്ക് പോണിടത്തൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നീനു ബേബിനെ വീട്ടിലാക്കി പോവേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്ക് അവൾക്ക് വിഷമം തോന്നത്തില്ലേ? അങ്ങനെയൊക്കെ ഇപ്പോഴേ കൺഫ്യൂഷനും ഇപ്പോഴേ അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രേവിങ്സ് എന്ന് നമുക്ക് മാത്രം പറയാൻ പറ്റത്തില്ല. ക്രേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊതി തോന്നുന്ന എല്ലാ സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്നല്ലേ. ഇത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, നട്ട്സ് ഒക്കെ കുറേശ്ശെ കഴിച്ചു തുടങ്ങാനൊക്കെ, നട്ട്സും ഡേറ്റ്സും ഒക്കെ കഴിച്ചു തുടങ്ങാൻ ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുമൊക്കെ വാങ്ങിക്കണം. ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തി. ഇവിടെ തന്നെ പോണതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഈ ഒരുപാട് ഷോപ്പുകളിൽ കയറി ഇറങ്ങുന്നതിനേയും കാട്ടി നല്ലത് ഒറ്റ ഷോപ്പിലങ്ങ് പോകുന്നതല്ലേ. ചിലപ്പോൾ നമുക്ക് പുറത്ത് ഇതിലും അഫോർഡബിളായിട്ട് സാധനങ്ങൾ കിട്ടുമായിരിക്കും, പക്ഷേ നമ്മൾ ഒരുപാട് കറങ്ങേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ തന്നെ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലാണ് പോയത്. ഈ ഈന്തപ്പഴത്തിൻ്റെ തിളക്കം കണ്ടിട്ടാണ് ആ ഈന്തപ്പഴം നമ്മൾ ചൂസ് ചെയ്തത്. പക്ഷെ അതിനകത്ത് പകുതി പച്ചയും പകുതി പഴുത്തത്, അങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന്. പിന്നെ ഞാൻ എടുത്തത് പിസ്തയാണ്. ബദാമും വാൾനട്ടും ഇത്തവണ നമ്മൾ ഒഴിവാക്കി. കാരണം ഞാൻ വാൾനട്ട് മേടിക്കുന്ന വെറുതെയാണ്, കഴിക്കാറേ ഇല്ല, ഒടുക്കത്തെ പൈസയാണ്. പിന്നെ ബദാമിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിസ്തയാണെങ്കിൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യാം. വറുത്തതിൽ നിന്ന് ഞാൻ ചിപ്സാണ് കേട്ടോ എടുത്തത്. മധുരമുള്ള ചിപ്സ് ഇല്ലേ, അതാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ശർക്കര വരട്ടിയിലോട്ട് കൈ പോണുണ്ട്. പക്ഷെ ആ ശർക്കര വരട്ടിയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. 200 രൂപയാണ്. ആക്ച്വലി അത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ എൻ്റെ കൈ നേരെ പോയത് ഈ മുറുക്കിലോട്ടാണ്. ഇത് മറ്റേ തക്കാളി മുറുക്കില്ലേ, അതാണ്. പിന്നെ ലഡു ഒന്ന് എടുത്തു, പക്ഷെ ഞാൻ അതങ്ങ് തിരിച്ചു വെച്ചു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒടുക്കത്തെ നെയ്യാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കൈ നേരെ പോയത് മൈസൂർ പാക്കിലേക്കാണ്. അപ്പം എൻ്റെ ഫേവറേറ്റ് സ്വീറ്റ് ആണ് കേട്ടോ മൈസൂർ പാക്ക്. പക്ഷേ അപ്പോഴത്തേക്കുമാണ് അവിടെ നമ്മുടെ ഈ കപ്പലണ്ടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്വീറ്റ് ഇല്ലേ, പണ്ടൊക്കെ ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അങ്ങനൊരു സ്വീറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. നേരെ അതങ്ങ് എടുത്തു. പിന്നെ നേരെ വീണ്ടും ഡ്രൈ ഫ്രൂട്ട് സെക്ഷനിലോട്ട് പോയി. കാരണം ഈ ശർക്കര വരട്ടി അവിടെ നമ്മൾ ലൂസായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോഴാണ് അവിടെ ഒരു സാധനം കണ്ടത്. നമ്മുടെ ചക്കക്കുരു റോസ്റ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റോ ബ്രസീൽ നട്ട്സ് എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. അതിന് 3000 രൂപയാണ് കേസ് 1 കിലോയ്ക്ക്. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. എൻ്റെ ഭയങ്കര ഫാനാണെന്നും പറഞ്ഞത് ആമി അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി എന്നെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയതാണോ എന്താണെന്ന് അറിയത്തില്ല. ഭയങ്കര നാണമൊക്കെ ആയിരുന്നു. എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചതൊന്നുമില്ല. ഞാൻ പേര് ചോദിച്ചതിന് മാത്രം റിപ്ലൈ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കേക്കിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ ചോക്ലേറ്റും പൈനാപ്പിളും അതിൻ്റെയൊക്കെ ഫ്ലേവറിലുള്ളത് കുറേ ഉണ്ടായിരുന്നു. എനിക്ക് പൈനാപ്പിൾ അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റാണ് എടുത്തത്. പിന്നെ അവിടെ തന്നെ ബേക്കറിയിൽ കുറേ മറ്റേ നമ്മുടെ പൂടമുട്ടായി, പിന്നെ കുറേ പപ്സിൻ്റെ കുറേ വെറൈറ്റീസും റോൾസും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിലൊന്നിലും കൈവച്ചില്ല. കാരണം എനിക്കിപ്പോൾ കൂടുതലും എനിക്ക് മധുരത്തിൻ്റെ കൂടെ ഒന്നും ഒരു താല്പര്യമില്ല. എനിക്ക് കൂടുതൽ പുളി എരി, അതാണ് കേട്ടോ ഇപ്പം എനിക്ക് താല്പര്യം. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ സാലഡ് സെക്ഷനിൽ പോയി. പിന്നെ ഡെയിലി എടുക്കുന്നതാണ് ഈ ജിഞ്ചർ ലെമൺ ജ്യൂസ്, അതെടുത്തു. പിന്നെ അത് ഈ സാധനത്തിന് എന്തോ ഒരു പേര് ഏട്ടൻ പറയുന്ന കേട്ടായിരുന്നു. അത് പച്ചയ്ക്കൊന്നും അങ്ങനെ വലിയ ടേസ്റ്റുള്ള സാധനമൊന്നും അല്ല. പിന്നെ ഇത് നമ്മുടെ റോബസ്റ്റ ഉണ്ടല്ലോ, റോബസ്റ്റ എടുത്തു. നീനു ബേബിക്ക് റോബസ്റ്റ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ സാലഡിനുള്ള ക്യാരറ്റും കുക്കുംബറും ഇവിടുന്ന് തന്നെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പുറത്തുനിന്ന് മേടിക്കുന്നതിനേയും കാട്ടി ഇവിടുന്ന് എടുക്കുന്ന സാധനങ്ങളെ, ഈ വെജിറ്റബിൾസൊക്കെ കുറച്ച് നാളൂടെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. തോന്നുന്നതല്ല, അത് സത്യമാണ്. കുറച്ചുകൂടെ നാൾ ഇത് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ സ്വീറ്റ് പിന്നെ ഇതുണ്ടല്ലോ പുളി,
മധുരപ്പുളി അതാണ് സംഭവം കേട്ടോ. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് പലർക്കും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. ഇത് ഈ ശീമച്ചക്ക ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇതിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ മുള്ളാത്തയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞാണ് മേടിച്ചത്. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട് സെക്ഷനിലോട്ട് പോയി. അവിടെ ഓറഞ്ച് മേടിക്കാനാണ് സത്യത്തിൽ പോയത് ആ സെക്ഷനിലോട്ട്. പക്ഷേ ഏത് ഓറഞ്ച് എടുക്കണമെന്ന് ഞാൻ കൺഫ്യൂഷനായി. ഫൈനലി ഞാൻ മാതളം എടുത്തിട്ട് ഓറഞ്ച് സെക്ഷനിലോട്ട് വീണ്ടും റിട്ടേൺ വന്ന് ഇത് ഓറഞ്ചാണ്. അത് തമ്മിലുള്ള വലിപ്പ വ്യത്യാസം നോക്കിയേ. അത് ഞാൻ ചെറിയ ഓറഞ്ചാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ നീനു ബേബിക്ക് എന്തെങ്കിലും ഒരു ടോയ് മേടിക്കാൻ പോയി. സത്യത്തിൽ മറ്റേ ഈ ബിൽഡിംഗ് ബ്ലോക്ക് മേടിക്കാനാണ് പോയത്. പക്ഷെ അവിടെ ആ ഒരു സംഭവം ഇല്ല, തീർന്നു കഴിഞ്ഞു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ ഒരു സംഭവം മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലെത്തി എന്തായാലും. അപ്പം നീനു ബേബി നമ്മളെ വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് കിച്ചൺ സെറ്റാണ്. ഇത് 300 രൂപയാണ്. ഇത് 300 രൂപയ്ക്ക് വെറുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ അതിനകത്ത് കുറച്ച് പൂക്കളി സാധനങ്ങൾ എന്ന് വെച്ചാൽ പിള്ളേരെ പറ്റിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീനു ബേബിക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവള് പാട്ട് കേട്ട് ഡാൻസ് കളിയായിരുന്നു. പക്ഷെ കളിപ്പാട്ടം കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല ചിരിയും ഒരു പ്രത്യേക തരം എന്തോ ഒരു ഇത് കാണുന്നുള്ള കണക്കുള്ള ആക്ഷൻസും കാര്യങ്ങളും ആണ്. 2-3 സ്റ്റെപ്പ് കളിച്ചതിന് ശേഷം അവള് കളിപ്പാട്ടത്തിലോട്ട് തന്നെ വരുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള ആക്ഷൻസും അതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറേ പ്ലാസ്റ്റിക് സാധനങ്ങളാണ് കേട്ടോ അതിനകത്ത് ഫുള്ള്. ആദ്യം തന്നെ മറ്റേ ഈ ഒരുമാതിരി വെള്ളം ഒഴിക്കുന്ന കണക്കത്തെ സാധനമാണെന്ന് തോന്നുന്നത്, അതുണ്ടായിരുന്നു. പിന്നെ ഇതെന്തായാലും ഓപ്പണൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അത് നീനു ബേബിക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പുറത്ത് പോകുമ്പം വലിയ എക്സ്പെൻസീവ് സാധനങ്ങളൊന്നും മേടിക്കണമെന്നില്ല. ചെറിയ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അത് കാണുമ്പം കുഞ്ഞു മക്കൾക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.